ഇറാനെതിരെ സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കി അമേരിക്ക. ഇറാന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തടയുന്നതിനൊപ്പം രാജ്യവുമായി വ്യാപാര സാമ്പത്തിക ബന്ധം തുടരുന്ന മറ്റ് രാജ്യങ്ങൾക്കും കമ്പനികൾക്കും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പും നൽകി. ഇറാനുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങളെ ആഗോള ഡോളർ സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചു. ഇറാന്റെ സാമ്പത്തിക ശേഷി തകർക്കുകയും എണ്ണ, വ്യാപാരം, ധനകാര്യ ഇടപാടുകൾ എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനം കുറയ്ക്കുകയുമാണ് പുതിയ ഉപരോധ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇറാനുമായി ഇടപാടുകൾ തുടരുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും വെറുതെ വിടില്ലെന്നും ബെസന്റ് വ്യക്തമാക്കി. ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന്റെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല എങ്കിലും ഇറാനുമായി വലിയ തോതിൽ സാമ്പത്തിക ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലേക്കാണ് ഈ മുന്നറിയിപ്പ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയ്ക്കൊപ്പമാണോ ഇറാനൊപ്പമാണോ നിൽക്കേണ്ടത് എന്ന് ലോകരാജ്യങ്ങളുടെ നേതാക്കൾ തീരുമാനിക്കേണ്ട ഘട്ടമാണെന്നായിരുന്നു ബെസന്റിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനത്തിലും ഡോളർ ഇടപാടുകളിലും നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം അമേരിക്ക ഉപയോഗിച്ചേക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ചൈന, തുർക്കി, UAE എന്നിവയാണ് ഇറാനുമായി ശ്രദ്ധേയമായ വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾ. ഇറാനുമായി വ്യാപാരവും ധനകാര്യ ഇടപാടുകളും അവസാനിപ്പിക്കുന്നതായി UAE അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നും ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളിലൊന്നുമാണ്. നാറ്റോ അംഗമായി തുർക്കിക്കും ഇറാനുമായി ദീർഘകാല സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങളുണ്ട്. അതിനാൽ ചൈനയും തുർക്കിയും ലക്ഷ്യമിട്ടുള്ള ഏതെങ്കിലും പുതിയ അമേരിക്കൻ ഉപരോധം വലിയ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് UAE ഇറാനുമായുള്ള വ്യാപാര ധനകാര്യ ബന്ധങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. എന്നാൽ UAEയുടെ ആരോപണം ഇറാൻ ശക്തമായി നിഷേധിച്ചു. UAEക്കെതിരെ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് അമേരിക്കയും ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷ അമേരിക്കയ്ക്കുണ്ടായിരുന്നുവെങ്കിലും സംഘർഷം ദീർഘിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാസങ്ങളായി തുടരുന്ന യുദ്ധം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും സൈനിക ശേഷിയെയും കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള സൈനിക സമ്മർദ്ദത്തോടൊപ്പം സാമ്പത്തിക ഉപരോധവും ശക്തമാക്കി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഇറാന് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ഉപരോധം മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഡോളർ അധിഷ്ഠിത അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ഡോളറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത്തരം നടപടികൾ ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകൾക്കും കമ്പനികൾക്കും വലിയ തിരിച്ചടിയാകാം. അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾ, നിക്ഷേപം, എണ്ണ വ്യാപാരം, ചരക്ക് നീക്കം തുടങ്ങിയ മേഖലകളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യത്തിലും വലിയ ഇടിവുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു US ഡോളറിന് ഏകദേശം 20 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലേക്ക് മൂല്യം താഴ്ന്നതായാണ് റിപ്പോർട്ടുകൾ. കറൻസി തകർച്ച ഇറാനിലെ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി ചെലവ് ഉയരുകയും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നത് ഇറാന്റെ ആഭ്യന്തര സാമ്പത്തിക സ്ഥിതിക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കും. ഇതിനിടെ ഇറാൻ പൂർണ്ണമായി തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന തരത്തിലുള്ള അവകാശവാദവും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ ഉന്നയിച്ചു. അമേരിക്കയുടെ ഉപരോധ നീക്കം കൂടുതൽ ശക്തമാകുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ സാമ്പത്തിക വിപണികളിലും ആശങ്ക വർദ്ധിച്ചു. അതേസമയം അമേരിക്കയുടെ പക്ഷം ചേർന്ന് ഇറാനെതിരായ നടപടികൾക്ക് സഹായം നൽകുന്ന രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും യുദ്ധത്തിന്റെ ഭാഗമായാണ് കാണുകയെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ഉപരോധം കൂടുതൽ ശക്തമാക്കിയാൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയെ ബാധിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന ഭീഷണിയും ഇറാൻ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് ആഗോള വിപണിയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും എത്തുന്ന എണ്ണയുടെ വിതരണത്തിൽ വലിയ കുറവുണ്ടാകാം. അതോടൊപ്പം ചെങ്കടലിലെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെടുകയാണെങ്കിൽ ചരക്കു നീക്ക ചെലവും ഇൻഷുറൻസ് ചെലവും കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനുള്ള അമേരിക്കൻ ശ്രമവും അതിന് മറുപടിയായി എണ്ണ ഗതാഗതം തടസ്സപ്പെടാനുള്ള ഇറാന്റെ ഭീഷണിയും ഒരേ സമയം ശക്തമായാൽ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടാം. എണ്ണവില കുതിച്ചുയരുന്നത് ഇന്ധനവില, ഗതാഗത ചെലവ്, വ്യവസായിക ഉൽപാദന ചെലവ്, ഭക്ഷ്യവില എന്നിവയിലും പ്രതിഫലിക്കാം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പുതിയ ഉപരോധ നീക്കം ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ചൈന, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനത്തെയും ഇത് നേരിട്ട് ബാധിക്കാനിടയുണ്ട്. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമം എത്രത്തോളം വിജയിക്കും, അതിന് ഇറാൻ എത്രത്തോളം ശക്തമായി തിരിച്ചടി നൽകും എന്നതായിരിക്കും ഇനി പശ്ചിമേഷ്യയും ലോകവിപണിയും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.